പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോൽ ലലലാ ലലലാ തനന തനന തന താനന ഓ താനന ലലലല്ല തന താനരാരാ തനരാ തനരാരാ. ഹായ്, നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അങ്ങനെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയാണ് എല്ലാവർക്കും. എൻ്റെ ജീവിതം എത്ര പേര് കാണുന്നുണ്ട് പക്ഷെ ലൈക്കും കമൻറ്റും കുറവാ. എന്നാലും നിങ്ങൾ എല്ലാവരും നല്ല പ്രേക്ഷകരാണ്, എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വരൂ. ഹായ്, നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ സുസ്വാഗതം. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. കണ്ട, ഈ തീരമാണ് കടൽ തീരം. കണ്ട, അത് നോക്കിയാട്ടെ, അങ്ങ് കാണുന്നതാണ് കടൽ. കണ്ടോ, നിങ്ങൾ ചെറുങ്ങനെ കാണുന്നുണ്ടാവും. കുറച്ചോ കൊണ്ട് ഇവിടുന്ന് കടൽ. അതാ ഞാൻ പാട്ട് പാടിയത്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്ക് ഇനിയൊരു ജന്മം കൂടി. കാരണം ഈ ലോകം കണ്ടാൽ മതിയാവില്ല, അത്രയും അനേകം കാഴ്ചകളുണ്ട് നമ്മുടെ കൺമുമ്പിൽ. പക്ഷെ നമ്മുടെ കൺമുമ്പിലുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ ശ്രമിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇനിയൊരു ജന്മം കൂടി തരുമോ. സമയമില്ല അല്ലേ? എല്ലാവർക്കും സമയമില്ല. ആർക്കും സമയമില്ല, എവിടെയും സമയമില്ല. എന്താ സമയമില്ലാത്തത്? നമുക്കെല്ലാം വെട്ടിപ്പിടിക്കണം. എൻ്റേത് എന്ന് പറഞ്ഞ് വെട്ടിപ്പിടിച്ച് കൈക്കലാക്കണം. വലിയ വീട്, സ്വത്ത്, പണം, ബാങ്ക് ബാലൻസ്, വാഹനങ്ങൾ എൻ്റേത് മാത്രമാണ്, എൻ്റേത് സ്വന്തമാണ് എന്ന് പറഞ്ഞ് വെട്ടിപ്പിടിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നും? അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ മുൾമുനയിലെത്തുക. അത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറച്ച് വർഷങ്ങളായി ഇത് ഭയങ്കരമാണ്. ഈ ഒരു അഹങ്കാരത്തിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ മുൾമുന കൊണ്ട് ഊരിത്തിരിഞ്ഞ് വരുന്നുണ്ട്. വീണ്ടും കൊണോറയല്ല, കൊറോണ വന്നിരിക്കുകയാണ്. വരുന്നുണ്ട് വിമാന ചിറകിലല്ല, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വരുന്നുണ്ട് വീണ്ടും കൊറോണക്കാലം. മാസ്ക് ഇടുക അല്ലേ? ഇട്ടേ പറ്റും മക്കളെ, അതിനെ വഴി വെക്കരുത്, മിക്കവാറും ഉണ്ടാകും. ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ അങ്ങനെ ഇരിക്കുമ്പോൾ കൊറോണ വന്നാൽ വീണ്ടും എന്തു ചെയ്യും? നമ്മളെപ്പോലെയുള്ള സാധാരണ ആൾക്കാർ കഷ്ടപ്പെടും അല്ലേ? കഷ്ടപ്പെടും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ എന്ത് വേണം? മാസ്ക് ഇടുക, മുഖങ്ങൾ വൃത്തിയായി കഴുകുക. പല അസുഖങ്ങളുള്ളവരിക്കാണ് ഇത് കൂടുതൽ ബാധിക്കുക എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഹോസ്പിറ്റലുകൾ പോയി കഴിഞ്ഞാൽ മാസ്ക് ഇടുക, വളരെ ശ്രദ്ധിക്കുക അവരവർ. ഓക്കെ, വന്നു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അറിയാലോ. കൂടുതലായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിരവധി കേസുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, ഈ വർണ്ണസുരഭിയ ഭൂമിയിലല്ലാതെ ലാലല. ആ പാട്ട് കേട്ടല്ലേ നിങ്ങൾ? അതുപോലെ തന്നെ നമ്മൾ ഈ മഴ കഴിഞ്ഞതിന് ശേഷം പെരുമഴ ഉണ്ടായില്ലേ 1.5 ആഴ്ചയോളം, അതിനുശേഷം വാഹനങ്ങൾ ഒരുപാട് കൂടിയതുപോലെ തോന്നുന്നു. കാരണം എവിടെ നോക്കിയാലും ബ്ലോക്കാണ്. എവിടെ ജംഗ്ഷനിൽ നോക്കിയാൽ ബ്ലോക്കാണ്. അവിടെ നോക്കിയാൽ ബ്ലോക്ക്, ഇവിടെ നോക്കിയാൽ ബ്ലോക്ക്, അപ്പുറം നോക്കിയാൽ ബ്ലോക്ക്, ആകെ മൊത്തം ബ്ലോക്ക്. അങ്ങനെ ബ്ലോക്കിൻ്റെ അംശങ്ങൾ പറയുമ്പം സ്കൂൾ വിട്ട എൻ്റെ ബ്ലോക്ക്, എല്ലാം ബ്ലോക്ക്. മായാജാലമല്ല, മന്ത്രജാലമല്ല, എല്ലാം സത്യം. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഞാനും കഴിച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കെല്ലാം കാണണ്ടേ? അങ്ങനെ ഈ കാഴ്ച നിങ്ങൾ കണ്ടു നോക്ക്.
പ്രകൃതി സുന്ദരമായ കാഴ്ചയിലേക്ക്. ഈ വർണ്ണസുഗന്ധു അങ്ങ് കണ്ടോ കൃഷ്ണപ്പരുന്ത്? നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. നേരെ നോക്കിക്കോളൂ, കൃഷ്ണപ്പരുന്ത് കാണാം. ആ മരത്തിൻ്റെ കുണ്ടയ്ക്ക് കണ്ടോ, കഴുത്തിന് വെള്ള 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 വെള്ള, തല കഴുത്ത് വെള്ള. അതാണ് കൃഷ്ണപ്പരുന്ത്. അങ്ങ് റോഡിൻ്റെ നടുക്കൊരു നായുണ്ട്, അതല്ല, ഈ മരത്തിൻ്റെ കേളിൽ, ഒന്നാമത്തെ മരത്തിൻ്റെ കേളിൽ. ഇതിപ്പോൾ ഈ ഓട്ടോറിക്ഷ പോകുന്നുണ്ട്, ഓട്ടോ അത് മറങ്ങി ഓട്ടോ. ഇപ്പോൾ ഓക്കെ കേട്ടോ. അവിടെ കൃഷ്ണപ്പരുന്ത് താഴെ വന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ വർണ്ണസുരഭിയം. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സീരിയസ് ആയിട്ട് പറയുന്നതാണ്. കൊറോണ വരാൻ സാധ്യതയുണ്ട്, വന്നു. അപ്പോൾ പഴയതുപോലെ അത്ര ഗംഭീരമല്ലെങ്കിലും അത് പല പല അസുഖങ്ങളുള്ളവർക്ക് അത് ഗംഭീരമായിട്ട് ബാധിക്കും. അപ്പം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. വീട്ടിലുള്ളവർ, മുതിർന്നമായവർ, ചെറിയ കുട്ടികൾ, ഇവരൊക്കെ ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പം പിന്നെ നിങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട്? എൻ്റെ ചാനൽ, എൻ്റെ ജീവിതം. നിങ്ങളെല്ലാവരും പക്ഷേ കമൻറ്റ് ചെയ്യണം, ലൈക്ക് തരണം. അതാണ് നമ്മളെ പോലെയുള്ളവർ വിജയം കേട്ടോ. അതുപോലെ തന്നെ ഈ മഴ സമയത്ത് ആലപ്പുഴയിലൊന്ന് ചുറ്റിക്കാണുന്നുണ്ട്, വളരെ ആഗ്രഹമാണ്. ആലപ്പുഴയല്ല, കുട്ടനാടൻ കായലിലെ കൊച്ചു വെള്ളം പാട്ടൊന്നു പാടി തക്കളക്കലക്കലക്കലക്ക. ഈ കുട്ടനാടില്ലേ, കുട്ടനാട്, അപ്പർ കുട്ടനാട്, കൈനഗിരി എല്ലാം ഒന്ന് കാണണമെന്ന്, മനോഹരമായിട്ട് അത് ചിത്രങ്ങളിൽ പകർത്തണമെന്നുണ്ട്. അപ്പം നമുക്ക് യോഗഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും സുഖമായെന്ന് കരുതുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. എൻ്റെ ജീവിതം എല്ലാവരും ഒന്ന് കാണുക. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അടിച്ച് പൊളിച്ച് സൂപ്പർ മെഗാ ഹിറ്റിലേക്ക് പോകണ്ടേ? അപ്പം നിങ്ങളെ സപ്പോർട്ട് കൂടിയേ തീരൂ. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ എൻ്റെ ജീവിതം സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, പ്രോത്സാഹിപ്പിക്കുക. ഓരോ വീഡിയോ കണ്ട് ലൈക്ക് കമൻറ്റ് തരുക. ഓക്കെ, നമുക്കെന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.